ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോബ്സ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെർഫ്യൂംസിനെ ഇഷ്ടപ്പെടുന്നവർക്കും എത്ര പെർഫ്യൂംസ് അടിച്ചിട്ടും സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പരാതിയുള്ളവർക്കും ഏത് പെർഫ്യൂമാണ് ഏത് സമയത്തേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. സോ കഴിഞ്ഞ വീഡിയോനെ പോലെ നമുക്ക് വളരെ ലെങ്തി ആക്കാണ്ട് ഡയറക്റ്റ്ലി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൂടി എനേബിൾ ചെയ്ത് വെക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ എത്ര പേര് കറക്റ്റായിട്ട് നോക്കിയിട്ട് പെർഫ്യൂം സെലക്ട് ചെയ്തവരുണ്ട്? പകുതി പേർക്കെങ്കിലും അറിയാത്ത കാര്യമായിരിക്കും എങ്ങനെയാണ് ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയൊക്കെ പെർഫ്യൂം യൂസ് ചെയ്തിട്ടും ഒരു 2 to 3 hours അപ്പുറേ പെർഫ്യൂംസ് സ്മെൽ ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന പെർഫ്യൂംസ് കറക്റ്റ് അല്ല എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ റീസൺ. അപ്പോൾ എങ്ങനെ ഒരു പെർഫ്യൂം കറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ നോക്കിയാൽ, ഒന്നാമത്തെ കാര്യം, നമ്മളൊരു പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അത് ഏത് ടൈപ്പ് പെർഫ്യൂം ആണെന്നുള്ളത്. ഒന്നാമത്തെ പെർഫ്യൂം അതിൽ പ്യുവർ പെർഫ്യൂം എന്നോ അല്ലെങ്കിൽ പെർഫം എന്നാണോ കൊടുത്തേക്കുന്നത് എന്ന് നോക്കുക. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 15 to 40% കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അത്. സോ 6 to 8 hours വരെ നമുക്ക് ആ സ്മെല്ല് ലോങ് ലാസ്റ്റ്. നെക്സ്റ്റ് വൺ EDP ആണ്. EDPയിൽ കോൺസെൻട്രേഷൻ വരുന്നത് 15 to 20% ആണ്. അതെന്താണെങ്കിൽ നമുക്കൊരു 5 to 6 hours, 5 to 4 എന്നൊക്കെ 5 to 6 hours ഒക്കെ എന്താണെങ്കിലും വർക്ക് ചെയ്യും. അടുത്തത് വരുന്നത് EDT ആണ്. EDTയിലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 5 to 15 ആണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് 3 to 4 hours മാത്രമേ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിനേലും കോൺസെൻട്രേഷൻ കുറഞ്ഞതാണ് EDC എന്ന് പറയുന്നത്. EDCയിൽ കോൺസെൻട്രേഷൻ വരുന്നത് വെറും 2 to 4 ഉള്ളൂ. ആൻഡ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വെറും 2 to 3 hours മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യൂ. ഓക്കെ, വളരെ കോൺസെൻട്രേഷൻ കുറവുള്ളതും കിളിയുടെ സൗണ്ട്. ഇനി വളരെ കോൺസെൻട്രേഷൻ കുറവുള്ളതും ഞാൻ പേഴ്സണലി ആർക്ക് സജസ്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ളതാണ് EF എന്ന് പറയുന്നത്. EFൽ 1 to 3% മാത്രമേ കോൺസെൻട്രേഷൻ വരുന്നുള്ളൂ. അത് ഒരു 2 മണിക്കൂറൊക്കെ കിട്ടിയാലായി. സോ മാക്സിമം നിങ്ങൾ EF എന്നുള്ള പെർഫ്യൂംസ് നോക്കി എടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂം സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഏത് പെർഫ്യൂമാണ് നല്ലത്, ഏതാണ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്, ഏതെങ്കിലും ബ്രാൻഡ് അങ്ങനെ ഉള്ളതുണ്ട് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും നന്നായിട്ട് ഏത് പെർഫ്യൂം ചൂസ് ചെയ്യണം എന്ന് അറിഞ്ഞിട്ട് അതേ പെർഫ്യൂം തന്നെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ പുതിയതായിട്ട് ആർക്കെങ്കിലും നല്ല പെർഫ്യൂംസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലുള്ള പെർഫ്യൂംസ് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഈ ബെല്ല വിറ്റ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബെല്ല വിറ്റയ്ക്ക് തന്നെ കുറേ ഫ്ലേവേഴ്സിൽ കുറേ സ്മെല്ലിൽ വരുന്നുണ്ട് പെർഫ്യൂംസ്. അപ്പം ഏതാണ് നല്ലത്, ഏത് സ്മെല്ലായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു പറ്റിയൊരു ഓപ്ഷനാണ് ബെല്ല വിറ്റൻ്റെ ഈ സാമ്പിൾ പാക്ക് എന്നുള്ളത്. ഇത് ഐ തിങ്ക് ഒരു 10 numbers ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, 10 numbers ഉണ്ട്. ഈ 10 numbers ഇവർ കൊടുത്തേക്കുന്നത് യൂണിസെക്സിനും മെന്നിനും വുമനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസിൻ്റെ സാമ്പിൾസ് ആണ്. അവരുടെ എല്ലാ പെർഫ്യൂംസിൻ്റെ സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാനിതെല്ലാം യൂസ് ചെയ്ത് നോക്കി, എൻ്റെ എല്ലാം തീർന്നിരിക്കുകയാണ്. പിന്നെ ഇതിൽ 1, 2, 3 കാണില്ല. അത് ആരാണ്ടൊക്കെയോ എന്നോട് ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയതുണ്ട്. സോ ഇതിനകത്ത് അവർ ഇത് ഏത് ഇതിലുള്ളതാ, ഇത് എന്നൊക്കെ പറയണ്ട. ഇത് ഏത് ഫ്ലേവറിൻ്റെ ആണ് അല്ലെങ്കിൽ ഏത് സ്മെല്ലാണെന്നുള്ളത് ഇവർ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ താഴെയാണ് അവരുടെ സാമ്പിൾ ബോട്ടിൽ അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലിൻ്റെ വലുത് നമുക്ക് വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ബെല്ല വിറ്റയുടെ സാമ്പിൾ പാക്ക് വാങ്ങുക എന്നുള്ളത്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണ്ടും വാങ്ങി വെച്ചാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഡിഫറെൻറ്റ് സ്മെൽസ് നമുക്ക് ട്രൈ ചെയ്തിട്ട് പോകാനും പറ്റും. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ EDPയിൽ വളരെ അഫോർഡബിൾ റേഞ്ചിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലുള്ളൊരു പെർഫ്യൂമാണ് എൻഗേജിൻ്റെ ഈ പെർഫ്യൂം.
ഇതെന്താ ഞാനിപ്പം ഇങ്ങനെ നോക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേറെ വല്ല പേരും ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ എൻഗേജിൻ്റെ ഈ ഒരു പെർഫ്യൂം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ സൈസ് വരുന്നത്. വളരെ അഫോർഡബിൾ റേഞ്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ഗുഡാണ്, ടൂ ഗുഡ്. നമുക്ക് ഒരു മൈൽഡ് സ്മെല്ലൊക്കെ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടമുള്ളവർക്കൊക്കെ ഡെഫിനറ്റായിട്ടും ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടും. ഇതിൻ്റെയും ലിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോസോ ഒക്കെ ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇതും വാങ്ങി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് പെർഫ്യൂംസ് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ഡൗട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വർഷങ്ങളായിട്ട് പെർഫ്യൂംസ് യൂസ് ചെയ്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്തോ. ബട്ട് നിങ്ങൾക്ക് എന്താണ് നല്ലത്, ഏത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യും, അഫോർഡബിൾ പ്രൈസ് റേഞ്ചിന് പെർഫ്യൂംസ് തപ്പിക്കൊണ്ട് നടക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ 2 സാധനങ്ങളും വളരെയധികം ഉപകാരപ്പെടും. പിന്നെ പെർഫ്യൂംസ് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാനോ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സാമ്പിൾ പെർഫ്യൂം എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എടുത്തേക്കുക. പോക്കറ്റ് പെർഫ്യൂംസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും എടുത്തേക്കുക. നമ്മൾ സ്വെറ്റി ആയിട്ട് ഇരിക്കാതിരിക്കാൻ നോക്കാം മാക്സിമം. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം എത്ര അവേഴ്സ് വരെ നിൽക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പെർഫ്യൂംസിൻ്റെ ആവശ്യം വേണം എന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്നും കൂടി എടുത്ത് സ്പ്രേ ചെയ്യാൻ അത് ഉപകരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു പോക്കറ്റ് പെർഫ്യൂം എങ്കിലും കയ്യിൽ കരുതിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ടെങ്കിലോ അത് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും കൂടെ മേടിക്കാമല്ലോ എങ്ങനെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.